കിരൺ ബുധനാഴ്ച ദിന കാഴ്ചകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാരുതി റിറ്റ്സ്, ചന്ദ്രിക സോപ്പ്, സ്വാപ് ടേസ്റ്റ് ഓൺ വീൽസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോർലിക്സ് ഫുഡിൽസ്, പാമ്പേഴ്സ്, ജോൺസൺ ബേബി ഗിഫ്റ്റ് ബോക്സ്. നോൾട്ട വന്നതോടുകൂടി അടുക്കള ഒരു കൊട്ടാരമായി. നോൾട്ട കുക്ക്വെയർ സീരീസ്. Welcome to another brand new episode of Swada Taste on Wheels. ഞാൻ നിങ്ങളുടെ സ്വന്തം രാധിക. ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴയിലെ ബീച്ച് റോഡിലാണ്. സീ ഫേസിംഗ് ആയ റിസോർട്ടിലാണ്, പനോരമിക് സീ റിസോർട്ട്. വളരെ നല്ല ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ്. ഇവിടെ ആംബിയൻസ് അടിപൊളി. ഇനി ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചറിയാം. Hi, welcome to fine. Welcome to Panoramic Sea Resort. It's a Panoramic Group company unit. And we have around 14... Hi, sir. Welcome to Panoramic Sea Resort. Thank you, sir. Please. So we have around 14 units all over in India. Operational. All over India, okay. Yeah, operational. And 7 other properties are coming up. Okay. It's on, it's on the pipeline actually. And we have 5 resorts is in USA. Oh, UK. It's an international yeah, chain it's an international. It's an MNC company. Okay. And Rav, you can say that. In fact, we got in US, UK, UAE. Recently, we got some in Thailand as well. Of course, New Zealand also we've got some. That means it's an international chain with the same management all over? Yes, same management. Same Yeah, management. it is under the same banner as Panoramic Sea Resort. Sorry, And Panoramic is this the World. only hotel you have in Kerala? No. Kerala, we have an operational one is there. Okay. Now the projects which is coming there in Kumaragam as well as in Munnar also. Oh, you've got 2 more properties coming up? Yeah. And Ooty, Kodaikanal, Mysore, Hyderabad. These are all operational in southern side. Okay. So it's So a bit, then I hope this is the only resort which have the sea face? yes, exactly. So in Alapi at least we can say that this is the one of the best resort available on the beach road. Yes. In fact, in Alleppey, this is the only resort, proper resort, which is on the beach itself. Only resort. No other hotels are Nothing, facing the sea. And we are the only people who are RCI affiliated also. Okay, RCI affiliated only resorts. Yeah. And it is a 3-star classified hotel. We got a classification for 3-star also. ഞങ്ങളുടെ ചെയർമാൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പനോരമിക് എന്ന് പറഞ്ഞ ബ്രാൻഡ് എവറി ന്യൂക്ക് ആൻഡ് കോർണറിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുക ഞങ്ങളെ പോലുള്ള സ്റ്റാഫിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ട് ഓഫ് ദ ഏരിയാസ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കുമരകത്ത് പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്, വെച്ചൂർ മൂന്നാറിൽ വരുന്നുണ്ട്. അത് കൂടാതെ വെച്ചൂർ ഞങ്ങളൊരു ഫാം ടൂറിസം കൊണ്ടുവരാനായിട്ട് അവിടെ ഓൾറെഡി ലാൻഡ് അക്വയർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ലാർജ് സ്കെയിലിൽ നമ്മൾ സദേൺ സൈഡ് കംപ്ലീറ്റ് കവർ ചെയ്യണം. ഏത് ഭാഗത്ത്, കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവിടെ പനോരമിക് ഉണ്ടായിരുന്നു. അതായിരിക്കണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണത്. നല്ലൊരു പൂളാണല്ലോ ഇവിടെ ഉള്ളത്. It's more like for family affair. That's why it's not too deep. It's just 4 to 5 feet. So That's what even a non-swimmer can get into the pool. കോട്ടേജസ് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവർക്ക് ശരിക്കും 12 കോട്ടേജസ് ആണുള്ളത്. 12 കോട്ടേജസ് ട്വിൻ കോട്ടേജസ് ആണ്. അതായത് 12 × 24 റൂംസ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഒരു വലിയ ഫാമിലി വരുവാണെങ്കിൽ ഒരു കോട്ടേജ് എടുത്താൽ 2 റൂംസും അവർക്ക് അത് കണക്ട് ചെയ്യാവുന്ന ഒരു ഇതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവരൊരു കോട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളി റൂമാണ്. പക്ഷെ നിങ്ങൾക്ക് റൂം ഇവിടെ വന്നു കഴിഞ്ഞിട്ട്
ഭക്ഷണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഭക്ഷണം അടിപൊളിയാണ് എന്ന് എനിക്കറിയാം, പക്ഷെ ഭക്ഷണം തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നൊരാഗ്രഹം വന്നു കഴിഞ്ഞാൽ ഒരു മിനി കിച്ചൺ, ഒരു പാൻട്രി ഏരിയ ഇവിടെ കൊടുക്കുന്നുണ്ട്. അവർ ഇൻഡക്ഷൻ കുക്കറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം രാവിലെ തന്നെ ചായ ഉണ്ടാക്കണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. നല്ല അടിപൊളി റെസ്റ്റ് റൂമും ഉണ്ട്. ഞാൻ ഇവരുടെ പ്രോപ്പർട്ടി കണ്ടു, ലോൺ കണ്ടു, സ്വിമ്മിംഗ് പൂൾ കണ്ടു, വില കണ്ടു, പാൻട്രി ഏരിയ കണ്ടു. ഓരോ കോട്ടേജസിനെ കൊടുത്തിന് എല്ലാം അടിപൊളി. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കിതൊരു ഭക്ഷണം തന്നിട്ടില്ല. ഞാൻ വന്ന പർപ്പസ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ ഭക്ഷണത്തിലേക്ക് കിടക്കാം. അപ്പോ എല്ലായിടത്തും, ആലപ്പുഴയിൽ എല്ലായിടത്തും 1 മണിക്ക് ഖാലി കഴിഞ്ഞു പോറാ പതിവ്. അപ്പോ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഓഗസ്റ്റ് 16, 14 തൊട്ട് 1 മണിക്ക് താലി തുടങ്ങിയിട്ട് 4 മണി വരെ ഉണ്ട്. മറക്കരുത്. 4 നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിട്ടെങ്ങാനും പോയി ലേറ്റ് ആയി പോയി ഇനി ചോറ് കിട്ടില്ല എന്നുള്ളതുണ്ടെങ്കിൽ ഡോണ്ട് വറി, കം ഹിയർ, ഹാവ് യുവർ ലഞ്ച്, ലേറ്റ് ലഞ്ച്. ഞാൻ ഈ പ്രോപ്പർട്ടിയൊക്കെ ചുറ്റി കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല പച്ചപ്പ്, നല്ല കാറ്റ്, നല്ല രസമുള്ള പ്രോപ്പർട്ടി. എൻ്റെ കൂടെ ഇപ്പൊ രവീന്ദ്രൻ സാറുണ്ട്, റാവു സാറുണ്ട്. എൻ്റെ മുമ്പിൽ ഭക്ഷണമൊക്കെ കൊണ്ട് എന്ത് ഭക്ഷണം എനിക്ക് ഓഫർ ചെയ്യാൻ പോണെന്ന് കൂടി നമുക്ക് അറിയണമല്ലോ. നമുക്ക് ചോദിച്ചു നോക്കാം. സാർ, എന്ത് ഭക്ഷണമാണ് നമ്മൾ തരാൻ പോകുന്നത്? കടത്തനാടൻ ചിക്കൻ കറിയും ചെമ്മീൻ തുള്ളിച്ചതുമാണ്. അത് നല്ലൊരു റെസിപ്പിയാണ്. കാരണം വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇവിടെ കൂടുതൽ നമ്മുടെ ഇതിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നാടൻ കറി തന്നെയാണ്. കാരണം ഇത് സ്പെഷ്യൽ ഐറ്റം ആയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാ സാർ ഇതിന്റെ ഷെഫൊക്കെ ആരാണ് ശരിക്കും? എന്റെ ഷെഫ് മിസ്റ്റർ വിനു. കടത്തനാടൻ ചിക്കൻ കറി ഉണ്ടെന്ന് ആദ്യം എങ്ങനെ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. ഇത് വറുത്തരച്ച് വെച്ചിരിക്കുന്നതാണ്. കായുണ്ട്, ഉള്ളിയൊക്കെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇട്ടിരിക്കുക അല്ലേ? ആ തനി നാടൻ ഒരു ടേസ്റ്റ് നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒരു നാടൻ കറിയോടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഓൾവേസ്, അത് എപ്പോഴും എത്ര കൊല്ലങ്ങൾ മുമ്പോട്ട് പോയാലും ആ ഒരു ടേസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴയ കറികളാണ് ഇപ്പൊ അത് രുചി തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതൊരു നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഒന്ന് ഉണർന്നു വരും. അതുപോലെയാണിത്. വറുത്തരച്ച കറിയാണ്. കുറെ നാളായി വറുത്തരച്ച ചിക്കൻ കറി കൂട്ടിയിട്ട്. ഒരുപക്ഷെ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെ. ദിസ് ഇസ് വെരി ടേസ്റ്റി. വറുത്തരച്ച ചിക്കൻ കറി. ഒരുപക്ഷെ നിങ്ങളും റെസിപ്പി എങ്ങനെയാണെന്ന് മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ മറക്കുന്ന പോലെ തന്നെ എന്റെ പ്രേക്ഷകർ മറന്നുണ്ടാവും. സർ, എന്തായാലും ഇത് കാണിച്ചു തന്നെ ഞങ്ങൾക്ക്. കാരണം അഫ്കോഴ്സ് ഞങ്ങളുടെ പ്രേക്ഷകർ ഇതൊന്ന് കണ്ടു പഠിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ചിക്കൻ നല്ല ക്രിസ്പായിട്ടുണ്ടല്ലോ. പൊതുവെ ചിക്കൻ കറിക്ക് ക്രിസ്പായി കിട്ടില്ല. ഇത് നല്ല ക്രിസ്പായിട്ടുണ്ട് ചിക്കൻ. അടുത്ത ചെമ്മീൻ തുള്ളിച്ചത്, അതും കൂടി ഒന്ന് രുചിച്ചു നോക്കാം. നല്ല തേങ്ങാപ്പാൽ കുക്ക് ചെയ്ത ടേസ്റ്റ്. വെരി ടേസ്റ്റി. ഇതെന്താ സാർ ചെമ്മീൻ തുള്ളിച്ചെന്നാണ്? ഇതില് കൊടംപുളിയും ഇട്ടിട്ടുണ്ട്, തക്കാളിയുടെ ഒരു പുളിപ്പും വരുന്നുണ്ട്. വളരെ രുചിയേറിയ 2 വിഭവങ്ങൾ. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും ഈ കറി തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. നമുക്ക് ഷെഫിനെ കണ്ടു കളയാം അല്ലേ? നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നും കൂടി അറിയണമല്ലോ.